8-ാം നൂറ്റാണ്ടിൽ ഇറാഖിലെ ബസറയിൽ ജീവിച്ചിരുന്ന റാബിയ അൽ ബസ്രി എന്ന സൂഫി വനിതയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? അവർ പലപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു: ദൈവമേ, നരകത്തെ പേടിച്ചാണ് നിന്നെ ഞാൻ ആരാധിക്കുന്നതെങ്കിൽ നീ എന്നെ നരകത്തിലിട്ട് കത്തിക്കുക. സ്വർഗം മോഹിച്ചാണ് നിന്നെ ഞാൻ ആരാധിക്കുന്നതെങ്കിൽ നീ എന്നെ സ്വർഗത്തിന് പുറത്തു നിർത്തുക. നിന്നെ നീയായി അറിഞ്ഞ് സ്നേഹിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ മാത്രം നിൻ്റെ നിത്യ സൗന്ദര്യം എന്നെ അനുഭവിപ്പിക്കുക. ആരാധനകളും പ്രാർത്ഥനകളും ആവശ്യങ്ങളുടെ വെറും വിളിച്ചുപറയലുകൾ മാത്രമായി ചുരുങ്ങിപ്പോകുന്ന കാലമാണിത്. ആത്മീയത എന്നാൽ പലർക്കും ഇന്ന് ആവശ്യങ്ങൾ നിവർത്തിച്ചു കിട്ടാനുള്ള വെറും കുറുക്കുവഴികൾ മാത്രമാണ്. മന്ത്രോച്ചാരണങ്ങൾ പലതും സുഖമായി ജീവിക്കാനുള്ള വെറും സൂത്രവാക്യങ്ങളും. പ്രാർത്ഥനയ്ക്ക് ഉടൻ ഉത്തരം കിട്ടിയില്ലെങ്കിൽ ദൈവത്തോട് പരിഭവിച്ച് അവർ പ്രാർത്ഥിക്കുന്നത് മതിയാകും. ആവശ്യപ്പെടുന്നത് അപ്പോൾ തന്നെ എടുത്തു തരുന്ന ഒരു കടക്കാരനെ പോലെയാണ് അവർ ദൈവത്തെ കാണുന്നത്. മനുഷ്യൻ വിനീതനായി തൻ്റെ സൃഷ്ടാവിനോട് പ്രകടിപ്പിക്കുന്ന നന്ദി പ്രകാശനമാണ് പ്രാർത്ഥന. ശരീരത്തിൻ്റെ ഭാരമില്ലാതെ പ്രപഞ്ച നിഗൂഢതയിൽ ശാന്തമായി അലിഞ്ഞു ചേരലാണ് പ്രാർത്ഥന. ലഭിച്ച ജീവിതവും ജീവിതാനുഗ്രഹങ്ങളും ഉള്ളിൽ അനുഭവിച്ചറിയലാണ് പ്രാർത്ഥന. ആവശ്യങ്ങളും ആകുലതകളും വിലപേശലും കലരാത്ത ആത്മീയോത്സവമാണ് പ്രാർത്ഥന. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എന്നും സുഖമായി ജീവിക്കാൻ കഴിയണമെന്നാണ് പലരുടെയും പ്രാർത്ഥന. ഒരു പ്രയാസവും ഉണ്ടാവരുതേ എന്നല്ല, എല്ലാ പ്രയാസങ്ങളെയും നേരിടാൻ മനക്കരുത്തുണ്ടാവണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ജീവിതം കാത്തിരിക്കുന്നവർ കപ്പലോടിക്കാൻ തിരമാലകളില്ലാത്ത കടൽ കാത്തിരിക്കുന്ന ഒരു നാവികനെ പോലെയാണ്. ഒരിക്കൽ റാബിയ തൻ്റെ വീട്ടുമുറ്റത്തിരുന്ന് എന്തോ തിരയുന്നത് കണ്ട് അയൽവാസികൾ ചോദിച്ചു: റാബിയ, എന്താണ് തിരയുന്നത്? അവൾ പറഞ്ഞു: ഞാൻ എൻ്റെ സൂചി തിരയുകയാണ്. അപ്പോൾ ആളുകൾ ചോദിച്ചു: സൂചി ഇവിടെ തന്നെയാണോ വീണുപോയത്? അല്ല, സൂചി ഞാൻ തുന്നിക്കൊണ്ടിരിക്കുമ്പോൾ വീട്ടിനകത്താണ് വീണുപോയത്. റാബിയയുടെ ഈ മറുപടി കേട്ടപ്പോൾ ആളുകൾ അതിശയത്തോടെ ചോദിച്ചു: അകത്ത് വീണുപോയ സൂചി വീടിന് പുറത്താണോ തിരയുന്നത്? അപ്പോൾ റാബിയ അൽ ബസ്രി അവരോട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങളും ഇതുതന്നെയല്ലേ ചെയ്യുന്നത്? നിങ്ങളുടെ മനസ്സിനകത്തുള്ള ദൈവത്തെ പുറത്തെവിടെയോ അല്ലേ നിങ്ങളും തിരയുന്നത്? മനുഷ്യൻ ദൈവത്തെ തേടി എവിടെയൊക്കെയോ അലയുന്നു. അവസാനം എവിടെയും കണ്ടെത്താനാവാതെ നിരാശനാവുകയും ചെയ്യുന്നു. സ്വന്തത്തെ അറിയുക, അപ്പോൾ നമുക്ക് ദൈവത്തെ കണ്ടെത്താനാവും.